യാന്യനവദ്യാനി കർമാണി താനി സേവിതവ്യാനി നോ ഇതരാണി യാന്യസ്മാകകം സുചരിതാനി താനി തയോപാസ്യാനി നോ ഇതരാണി ഏകേ ചാസ്മശ്രേയാഗംസോ ബ്രാഹ്മണാഃ തേഷാം ദ്വയാസനേന പ്രശ്വസിതവ്യം. ഇതുവരെ നമുക്ക് നോക്കാം. ഇപ്പം ഇവിടെ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ നമ്മൾ ദേവന്മാരെ പോലെ ആദരിക്കുമ്പോൾ അവർ ചെയ്ത പല കർമ്മങ്ങളും നമ്മൾ ചെയ്യാൻ തുടങ്ങും. പക്ഷെ അവിടെ നമുക്ക് ഋഷിമാരും ഒരു മുന്നറിയിപ്പ് തരുന്നു, എല്ലാ കർമ്മങ്ങളും കണ്ണടച്ച് ചെയ്യണ്ട. ഇതിൽ ദോഷകരമല്ലാത്ത കർമ്മങ്ങൾ, പാപം അല്ലാത്ത കർമ്മങ്ങൾ മാത്രമേ ചെയ്യാവൂ. തീർത്തു പറഞ്ഞിരിക്കണം. അല്ലാത്തത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്, അധർമ്മമായിട്ടാണ് എന്ന് തോന്നുന്നുണ്ട് ചെയ്യരുത്. അത് അച്ഛനായാലും ശരി, അമ്മയായാലും ശരി, ആചാര്യനായാലും ശരി, അതിഥി ആയാലും ശരി, അവർ തെറ്റായ കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അത് തെറ്റാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കണം. അത് നമ്മൾ അനുകരിക്കാൻ പാടില്ല. അധർമ്മമായിട്ടുള്ളതൊന്നും ചെയ്യാൻ പാടില്ല. ഇതിന് വേറൊരു കാര്യം കൊണ്ട്, ഇപ്പോൾ ഋഷിമാർ പറയുമ്പോഴും ആചാര്യസ്ഥാനത്തുള്ളവർക്കും തെറ്റുകൾ സംഭവിക്കാം എന്നൊരു സൂചനയുണ്ട്. അത് തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളത് കോപ്പിയടിക്കാൻ പാടില്ല. അല്ലേ, ഭഗവത്ഗീതയിൽ മുമ്പ് പറഞ്ഞു, ആചാര്യസ്ഥാനത്തുള്ളവർ ചെയ്യുമ്പോൾ ആദരിക്കപ്പെടേണ്ടവർ ചെയ്യുന്നത് നമ്മൾ അറിയാണ്ട് അനുകരിച്ചു പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത് വളരെ ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ വീടിനകത്തുള്ള കലഹങ്ങൾ നോക്കുമ്പം, ഇല്ലെങ്കിൽ ദുശ്ശീലങ്ങൾ വീട്ടിൽ കയറി വരുന്ന സമയത്ത് ഇതൊക്കെ ഓർമ്മിക്കാനുണ്ട്. ഒരു ദുശ്ശീലം, എൻ്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് ഞാനിങ്ങനെ ആവട്ടെ എന്നല്ല പറയാം. എൻ്റെ അച്ഛൻ മോശമായിരുന്നുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോകാൻ പാടില്ല, ഇങ്ങനെ പറയാൻ സാധിക്കണം. നമ്മളെ നശിപ്പിക്കുന്ന വിധത്തിൽ, നമ്മളുടെ ആധ്യാത്മികമായും ഭൗതികമായുള്ള പുരോഗതിക്ക് തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ നമ്മൾ ആദരിക്കുന്നവർ പെരുമാറുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അവിടെ പെരുമാറ്റത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറി നിൽക്കണം. കൃത്യമായിട്ട് പറഞ്ഞു തന്നിരിക്കണം ഇവിടെ. അപ്പം നമ്മൾ ഓരോ കർമ്മം ചെയ്യുമ്പോഴും അത് വളരെ ആലോചിച്ചിട്ട് ചെയ്യാം. അന്ധമായിട്ട് ഒരാളെയും ഫോളോ ചെയ്യാൻ പാടില്ല. അത് പുരോഹിതന്മാരായാലും ശരി, ആചാര്യന്മാരായാലും ശരിയൊക്കെ. ഇന്നത്തെ ഒരു സമൂഹത്തിന് നോക്കും, ആരെങ്കിലും നമ്മൾ ഒരാളെ കണ്ടു, ഇന്നൊരു പൂജാരിയാണ്, ഇല്ല ഇന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ, അവർ ചെയ്യുന്നതൊക്കെ ശരി, ഇതാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അവരെന്ത് തെറ്റ് ചെയ്താലും അതിനെ അന്ധമായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണ്. ഇന്നത്തെ ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ വന്നു പോയിരിക്കുന്ന ഒരു വലിയ പ്രശ്നം ഇതാണ്. മുമ്പ് പോയവർ പല തെറ്റും ചെയ്തു, അതിനെ അന്ധമായിട്ട് അനുകരിച്ച് അതിപ്പോൾ ഒരു സ്വഭാവമായി പോയി. എന്തെല്ലാം വ്യത്യാസങ്ങൾ സമൂഹത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒരു തിരുത്തലുകൾ പോകുമ്പോൾ തന്നെ ആ തിരുത്താൻ പോകുന്ന ആൾ പ്രശ്നത്തിലാണ്. പിന്നെ എല്ലാവരും കൂടി അയാളിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കും. ഞങ്ങൾ കാലാകാലമായിട്ട് ചെയ്തു വരുന്നതല്ലേ, ഇതാരപ്പം നീ തിരുത്താൻ ചോദിക്കും. ഉദാഹരണം, ഇപ്പോൾ അമ്പലത്തിലൊരു ഷർട്ട് ഇടുന്ന കാര്യം അല്ലേ, ചില സ്വാമിമാർ ഷർട്ട് ഇടണം പറയുന്നു, ചില സ്വാമിമാർ ഷർട്ട് ഇടണ്ടെന്ന് പറയണം. അതിനെ യുക്തിയോട് കൂടി പറയുന്ന സ്വാമിമാർ പറഞ്ഞ് ആർക്കും കേൾക്കണ്ട, ഞങ്ങളിങ്ങനെയാണ്. അപ്പോൾ കാലത്തിനനുസൃതമായിട്ട് മാറ്റങ്ങളുണ്ടാവും. ആ സമയത്ത് ആചാര്യന്മാർ അതിനെ യുക്തിയോടുകൂടി നമുക്ക് വിശദീകരിച്ച് തരും. ആ മാറ്റം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. ഓരോ കാലം മാറുമ്പോൾ ആൾക്കാരുടെ ശീലം ഒക്കെ മാറുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ദോഷകരമായ പ്രവൃത്തികളൊന്നും ചെയ്യരുത്. അത് മുതിർന്നവർ ചെയ്യുന്നതാണല്ലോ എന്ന് വിചാരിച്ച് അനുകരിക്കാനും പാടില്ല. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും അത് ധാർമ്മികമാണോ അധാർമികമാണോ ശ്രേയസ്കരമാണോ എന്നൊക്കെ ചോദിച്ചിട്ട്, അതായത് നമ്മളുടെ ദുഃഖങ്ങൾ ആകർഷിക്കാത്ത വിധത്തിലുള്ള കർമ്മങ്ങൾ, പാപകർമ്മങ്ങൾ ആവരുത്. പാപകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് ദുഃഖം കൊണ്ടുവരുന്ന കർമ്മങ്ങൾ, അതാവരുത്. അപ്പോൾ നമ്മളൊന്ന് മാറി നിൽക്കണം എന്ന് പറയുന്നു. ഇതിൽ ഇത് പ്രത്യേകിച്ച് ഓർമ്മിക്കാനുള്ള, അന്ധമായിട്ട് ആരെയും അനുകരിക്കരുത്. മറ്റു മതങ്ങളിൽ അനുകരിക്കാനാണ് പറഞ്ഞത്. എന്തിനാണ് നിങ്ങളിങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നിൻ്റെ മനസ്സ് ചാത്താൻ കയറിയോണ്ടാണ് നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നുന്നത്. ഞങ്ങൾ പറഞ്ഞ അങ്ങോട്ട് ചെയ്തോളാം, ഇതാണ് അവിടെ. ഹിന്ദുവിന് മാത്രമുള്ളൊരു സ്വാതന്ത്ര്യമാണത്. അവൻ ബോധിക്കണം ഇത് ശരിയാണെന്നുള്ള. അതുവരെ അവൻ ചോദിക്കുക, അത് എന്തിനാണ് ഞാൻ ചെയ്യണത്, അത് പറഞ്ഞു കൊടുക്കാൻ
ആരാണോ ഉത്തരവാദിത്തപ്പെട്ട അവർ ബാധ്യസ്ഥരാണ്. കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം, ഇത് ഇന്നതിനൊക്കെയാണ്, ഇന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കർമ്മം ഇതാണെങ്കിലും അതിൻ്റെ പർപ്പസ് ഇന്നതാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പലപ്പോഴും മതപഠനമൊക്കെ കഴിഞ്ഞിട്ട് പലരും പല സ്ഥലത്ത് പോയിട്ട് പൊട്ടിത്തെറിക്കുന്നത്. അവർക്ക് ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയി. അവരെ ഉപദേശിക്കുന്നവരോട് നിങ്ങൾ തരുന്ന ഉപദേശം തെറ്റാണ് എന്ന് തിരിച്ചു പറയാൻ പറ്റാനില്ല അവർക്ക്. ഒരു തരം പാവകളെപ്പോലെ അങ്ങനെ പ്രോഗ്രാം ചെയ്ത് വിട്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കൊടുക്കുന്ന ഉപദേശം എന്താണ്? എല്ലാവരും ആദരിക്കണം ഒക്കെ പറഞ്ഞു തന്നു. എന്നിട്ട് അവർ പറഞ്ഞു, നീ ആദരിക്കുന്നവരിൽ ആരെങ്കിലും തെറ്റായ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കർമ്മങ്ങളെ നീ അനുകരിക്കാൻ പാടില്ല. കൃത്യമാണ് പറഞ്ഞത്. കാരണം ആദരിക്കുന്നവരിൽ തെറ്റുകൾ സംഭവിക്കാം, ആ തെറ്റ് നമ്മൾ ഏറ്റെടുക്കാൻ പാടില്ല. വളരെ സൂക്ഷിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. ആ സമയത്ത് ഋഷിമാർക്ക് സമൂഹത്തിനോടുള്ളൊരു വലിയ കാഴ്ചപ്പാട്. ഒരു വ്യക്തിക്ക് തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് തലമുറകളായിട്ട് ആവർത്തിച്ചിട്ട് ഒരു സമൂഹത്തിനെ മുഴുവൻ ഇല്ലാണ്ടാക്കും. നമ്മുടെ ജാതി വ്യവസ്ഥയൊക്കെ തന്നെയാണ് ഉദാഹരണം. ആർക്കൊക്കെയോ ഏതോ കാലത്ത് ചില തെറ്റുകൾ സംഭവിച്ചു, അന്ധമായിട്ടത് ഫോളോ ചെയ്തു വന്നു. ഇന്നൊരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിധത്തിൽ വലിയ ദോഷങ്ങളായിട്ട് മാറിയത്. നമ്മളുടെ പുരോഗതിയൊക്കെ ഈ ജാതി വ്യവസ്ഥ, റിസർവേഷൻ പോളിസിയൊക്കെ എത്ര ബാധിക്കുന്നുണ്ട്. ഇതൊക്കെ എവിടുന്ന് തുടങ്ങി എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. മുമ്പത്തെ തലമുറയിൽ ആർക്കൊക്കെയോ ചെറിയ തെറ്റുകൾ സംഭവിച്ചു, ആ സമയത്ത് അത് തിരുത്താൻ ശ്രമിച്ചില്ല. വലിയ പ്രശ്നങ്ങളാണ്. ഇപ്പോഴും നമ്മൾ ഒരാളെടുത്ത് പോയിട്ട് ഇത് ഇങ്ങനെയല്ല കേട്ടോ വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത് പറഞ്ഞാൽ അവർ കേൾക്കില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഒരു ഭജന പ്രോഗ്രാമിന് പോവുകയാണെങ്കിൽ അവിടെ ഒരു സാമ്പ്രദായ ഭജനയുടെ ഒരു സിസ്റ്റം ഉണ്ട്. അതല്ലാത്തൊരു ഭജനയ്ക്ക് പോയിട്ട് നമ്മൾ പറയുമ്പോൾ ആദ്യം ഈ ഭജന പാടും, ആദ്യം ഈ ഭജന പാടും, ഈ ദൈവമാണ് മൂത്തത്, ഈ ദൈവം പിന്നെ വരാൻ പാടുള്ളൂ. ഇങ്ങനെ ദൈവങ്ങൾ വിഭജിച്ച് വെച്ചിരിക്കുകയാണ്. അവരോട് ദൈവങ്ങളെ നിങ്ങൾ വിഭജിക്കാൻ പാടുണ്ടോ ചോദിച്ചാൽ പറഞ്ഞോ കുടുങ്ങി. ഇതിങ്ങനെയാണ്, അങ്ങനെ പറയുള്ളൂ. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട്. പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ ഹിന്ദുവിന് സംഭവിച്ചു പോയ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ വിഭജിക്കപ്പെട്ടു പല വിധത്തിൽ. ഇതൊക്കെ തിരുത്തേണ്ടതുണ്ട്. മുതിർന്നവർക്ക് സംഭവിച്ചു പോയ തെറ്റുകളെ തിരുത്താൻ നമ്മൾ ബാധ്യസ്ഥർ. എന്നാലും അടുത്ത തലമുറയ്ക്ക് ശരിയായത് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ അവർ വീണ്ടും തകർന്നു പോകും. ഇവിടെ അങ്ങനെ പറയുന്നു, മുതിർന്നവരുടെ തെറ്റുകളെ നമ്മൾ അനുകരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഏതാണോ ശ്രേയസ്കരമായിട്ട് നമുക്ക് വരുന്നത് അത് മാത്രമേ ചെയ്യാവൂ, അല്ലാത്തതൊന്നും ചെയ്യരുത് എന്ന് പറയുന്നു.